So let us move to the first question of our exercise 7.2, and the question is based on section formula. Now again, find the coordinates of the point which divides the line segment, which divides the line segment joining -1, 7 and 4, -3 in the ratio 2:3. So let us draw a line segment there. Okay, അപ്പോൾ ഞാൻ ഒരു line segment വരയ്ക്കുകയാണ്. ഞാൻ അതിന് പേരും കൊടുക്കുകയാണ് A and B. And ഞാൻ ഇതിന് കോർഡിനേറ്റ്സ് കൊടുക്കുന്നു. തന്നിട്ടുള്ളത് -1, 7 ഉം അടുത്തത് ആരാണ് 4, -3. ഓക്കെ, ഇത് രണ്ടും കൊടുത്തു. അതിനുശേഷം അവർ എന്നോട് പറയുന്നത് 2:3 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെ കണ്ടുപിടിക്കണം. ഞാൻ ആ പോയിന്റിനെ P of XY എന്ന് വിളിക്കുകയാണ് കേട്ടോ. P of XY എന്നാണ് വിളിക്കുക. ആൻഡ് ഇത് കട്ട് ചെയ്ത റേഷ്യോ ഞാൻ 2:3 എന്നിവിടെ മാർക്ക് ചെയ്യാണ്. ദാറ്റ് ഈസ് M:n ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? You can use section formula directly there. That is, you are provided with the end points of the line segment and the ratio in which P of XY cuts internally the line segment. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. സോ ഇവിടെ എടുത്ത കാര്യങ്ങൾ എടുത്തെഴുതുക. Let P of XY be the point. Okay, let P of XY be the point എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റും P of XY യുടെ കോർഡിനേറ്റ്സ് M:n വേണമെങ്കിൽ എടുത്ത് എഴുതുക കേട്ടോ, കാരണം നമുക്ക് തെറ്റെഴുതല്ലോ. 2:3 and P of XY is given by section formula. By section formula, you can say mx2 plus nx1, mx2 plus nx1 divided by m plus n, and my2 plus ny1 divided by m plus n. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന് പകരം വാല്യൂസ് കൊടുക്കാം. ഈസ് ഈക്വൽ ടു, എനിക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് എനിക്ക് കൂടുതലാണ്. സോ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. x2 y2. Okay, and m is 2. Okay, fine. So let us substitute the values there. Is equal to mx2, m ആരാണ് 2 ആണ്, 2 into x2 ആരാണ്, x2 is 4. So 2 into 4 plus n ആരാണ്, n is 3 into x1 ആരാണ് -1 divided by m plus n 2 plus 3 5. Okay, so x coordinate ആയി. ഇനി my2, m ആരാ 2, okay, into y2 ആരാ -3, okay, plus ny1, n ആരാണ് 3 ആണ്, okay, 3 into y1 ആരാണ് 7, okay, divided by 5. okay, so ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ അവിടെ റെപ്രസെന്റ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും ചില സമയം. Okay, and that നോക്കട്ടെ, 2 into 4 is equal to 8 minus 3 divided by 5. അടുത്തത് -6 plus 21 divided by 5. Okay, so is equal to, I can write 5 by 5 and 15. Okay, 15 by 5 onnolla edithere, which is equal to 1 3. Okay, so a point ആരാണ് 1 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. -1 7 and 4 -3 എന്ന് പറഞ്ഞ എൻഡ് പോയിന്റ്സ് വരത്തക്ക രീതിയിലുള്ള ലൈൻ സെഗ്മെന്റിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന P of XY എന്ന് പറയുന്നത് ആരാണ് 1 3 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ് ആണ്. ക്ലിയർ? So let us move to the second question of our exercise 7.2, and the question is based on the topic points of trisection. Okay, so let us see what is the question is. Find the coordinates of the points of trisection of the line segment joining 4 -1 and -2 -3. Okay, അപ്പോൾ ഞാൻ ദാ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണ്. So this is a line segment provided and the end points are, one is 4 -1 and the other is -2 -3, and I am asked to find out the points of trisection. That is, ഇതിനെ ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന ലൈൻ സെഗ്മെന്റിനെ ഈക്വൽ ആയിട്ടുള്ള 3 പാർട്സ് ആക്കുന്ന അകത്ത് വരുന്ന ഇന്റേണൽ കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ആരൊക്കെയാണ്. സോ അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഇവർക്ക് പേര് കൊടുക്കുകയാണ്. ഇത് A, ഇത് B, ആൻഡ് അകത്തുള്ള പോയിന്റ്സിനെ ഞാൻ പേര് കൊടുക്കുന്നു. ഒരാളെ ഞാൻ P എന്ന് വിളിക്കുകയാണ്, ആൻഡ് രണ്ടാമത്തെ ആളെ ഞാൻ Q എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ ഫൈൻ. സോ അതിനുശേഷം ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന രീതി, എനിക്ക് സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാം ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് എനിക്കറിയാം P എന്ന് പറയുന്ന പോയിന്റ്, അതിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എത്രയാണ്, 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. P of XY by section formula, P of XY കണ്ടുപിടിക്കാം is equal to, എനിക്ക് ഫോർമുല mx2, okay, plus nx1
Okay, mx2 plus nx1 divided by m plus n and my2 plus ny1 divided by m plus n. Okay, ഇങ്ങനെയാണ് വരിക. And ഞാൻ തന്നെ generally മാർക്ക് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇത് x1 ഇത് y1 ആണ്, ഇതാണ് എൻ്റെ x2 y2 എന്ന് പറയുന്നത്, ഇതാണ് m is to m എന്ന് പറയുന്നത്. Okay, I am going to substitute that values there. നോക്കിക്കേ, is equal to m എത്രയാണ്? m is 1. Okay, 1 into x2, that is 1 into minus 2 plus n x1, that is 2 into 4 divided by 1 plus 2 is 3. Okay, next is അടുത്തത് my2, that is 1 into minus 3 plus 2 into minus 1 divided by 3 എന്നുള്ള രീതി വരും, which is equal to പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് minus 2 plus 8 divided by 3 and minus 3 minus 2 divided by 3. Okay, is equal to, I can write like this, that is minus 2 plus 8 is equal to 6, 6 by 3 is equal to 2 and minus 5 by 3. Okay, so these are the coordinates of p. p യുടെ coordinates കിട്ടിയായിരിക്കാണ് നമുക്ക് കിട്ടിയത് 2 minus 5 by 3 ഇതാണ് കിട്ടുന്നത്. ഇനി q ന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. q ന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെടുക്കാം, p യുടെയും b യുടെയും മിഡ് പോയിന്റ് ആയിട്ട് q നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ q of xy is equal to midpoint form ഉപയോഗിക്കുക. That is, you have to take the average of the x and y coordinates of the end points. So 2 minus 2 divided by 2 0 and minus 5 by 3 minus 3. Okay, minus 5 by 3 minus 3 divided by 2. ഈ ഫോമിൽ വരും. Which is equal to 0 and ഇതിനെ എഴുതുമ്പോൾ minus 5 minus 9 divided by 3 എന്നുള്ള രീതി വരും. ആൻഡ് ഡിവൈഡ് ബൈ 2 by 1 അല്ലേ? ഓക്കെ, അത് 1 by 2 ആയിട്ട് മാറും. ഓക്കെ, സോ എഴുതി വരുമ്പോൾ ഇസ് ഈക്വൽ ടു 0 minus 5 minus 9 എന്ന് പറയുന്നത് minus 14 ആണ്. ആൻഡ് minus 41 ഡിവൈഡഡ് ബൈ 2 യു വിൽ ഗെറ്റ് minus 7. minus 7 by 3. ഓക്കെ, സോ q ന്റെ കോർഡിനേറ്റ്സ് എനിക്ക് കിട്ടിയായിരിക്കാണ് 0 and minus 7 by 3. Clear? So let us move to the third question of our exercise. ഇതൊരു പിക്ചറിൽ നിന്ന് നമ്മൾ ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ മാറ്റി എടുത്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് us discuss. Okay, to conduct sports day activities, sports day activities നടത്തുന്നതിന് വേണ്ടിയിട്ട് in your rectangular shaped school ground ABCD, and this is your school ground provided ABCD and it is in the shape of a rectangular ഷേപ്പിലാണ്. And lines have been drawn with chalk powder at a distance of 1 meter each. Okay, lines വരച്ചിട്ടുണ്ട്. ഈ ഓരോ ലൈൻസും തമ്മിൽ 1 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. Okay, 1 മീറ്റർ അകലങ്ങളുണ്ട് ഇവർ തമ്മിൽ. 100 flower pots have been placed at a distance of 1 meter from each other along AD. AD കാണാമോ? A മുതൽ D വരെ 100 ഫ്ലവർ പോട്ട്സ് വെച്ചിട്ടുണ്ട്. ഓരോന്നും വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഓരോ മീറ്ററാണ്. സോ ദാ 1 മീറ്ററിൽ അടുത്ത ഒരു ഫ്ലവർ പോട്ട്, അടുത്തതിൽ അടുത്ത ഫ്ലവർ പോട്ട്, അങ്ങനെ 100 ഫ്ലവർ പോട്ട് വെച്ചിട്ടുണ്ട് ഡി വരെ. അപ്പൊ ഡി എന്ന് പറയുന്നത് 100ാമത്തെ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള 100ാമത്തെ പോയിന്റ് ആണ്. ആൻഡ് Niharika runs 1/4 the distance AD on the second line. രണ്ടാമത്തെ ലൈനിന്റെ 4 ഭാഗം ആര് റൺ ചെയ്യുന്നു? നിഹാരിക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രീൻ ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ഗ്രീൻ ഫ്ലാഗ് എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ലൈനിലെ 1/4 പാർട്ടിലാണ്. ഓക്കെ, AD എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ 1/4 ആൻഡ് പ്രീത് runs 1/5 the distance of AD. Okay, AD യുടെ 1/5 ഡിസ്റ്റൻസ് ആണ് പ്രീത് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? റെഡ് ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാനായിട്ട്. സോ അവിടെ ഞാനിത് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ഗ്രീൻ ഫ്ലാഗ്. ഓക്കെ, ഗ്രീൻ ഫ്ലാഗ് ആൻഡ് ഇവിടെ നമ്മുടെ റെഡ് ഫ്ലാഗ് ആണ്. ഓക്കെ, റെഡ് ഫ്ലാഗ് പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ആൻഡ് നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സോ ദാറ്റ് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ യു നീഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ്, റൈറ്റ്? ഗ്രീൻ ഫ്ലാഗ് നിൽക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സും റെഡ് ഫ്ലാഗ് നിൽക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സും നിങ്ങൾക്ക് വേണം. എന്നാലേ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാ ഇവിടെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് അതിന്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സിനെ മാർക്ക് ചെയ്യാണ്. ദാറ്റ് ഇസ് നോക്കിയേ, ആൻഡ് ദ എക്സില് ഇത് എവിടെയാണ്? 2 ആണ് അല്ലെ? 2. ഓക്കെ, ഈ പോയിന്റ് ഏതാണ്? 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. വൈയിലാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്.
വൈയിൽ എനിക്ക് ഡയറക്ട്ലി തന്നില്ല. പക്ഷേ അവരെന്നോട് ഒരു ഇത് പറയുന്നത് y എന്ന് പറയുന്ന ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മീറ്റർ ഇടവിട്ട് 100 ഫ്ലവർ പോട്ട്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് എ മുതൽ ഡി വരെ. അങ്ങനെയാണെങ്കിൽ എ മുതൽ ഡി വരെ 100 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, 100 മീറ്റർ. ഓക്കെ, എ മുതൽ ഡി വരെ ഓരോ മീറ്റർ ഇടവിട്ട് 100 ഫ്ലവർ പോട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കണം എ ഡി എന്ന് പറയുന്ന ലൈൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് എ ഡി എന്ന് പറയുന്ന ലൈനിന്റെ 1/4 പാർട്ട് ഡിസ്റ്റൻസിലാണ് ഗ്രീൻ ഫ്ലാഗ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് എത്രയുണ്ട്, 100 ഉണ്ട്. ടോട്ടൽ 100ന്റെ 1/4 പാർട്ട് എന്ന് പറയുമ്പോൾ യു ക്യാൻ സേ 25 മീറ്റർ, 25 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിലെ 25 മീറ്ററിന്റെ നേർക്കാണ് ഗ്രീൻ ഫ്ലാഗ് ഉള്ളത്. സോ അതിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയോ, 225. Next, moving to the case of red flag, I can say അത് എട്ടാമത്തെ ലൈനിലാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് 8 ആണ്. ഓക്കെ, x കോർഡിനേറ്റ് is 8. ആൻഡ് നമുക്ക് y കോർഡിനേറ്റ് പറ്റി അറിയില്ല. ആൻഡ് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ തരുന്നു. എ മുതൽ ഡി വരെ 100 ഫ്ലവർ പോട്ട്സ് 1 മീറ്റർ ഇടവിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡിയുടെ ഡിസ്റ്റൻസ് 100 മീറ്റർ. അതിന്റെ 1/5 പാർട്ട് എന്ന് പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് 100 into 1/5 which is equal to 20 മീറ്റർ. സോ ഇതിന്റെ y കോർഡിനേറ്റ് എനിക്ക് എത്രയാണ്, 20. സോ 820. ഇനി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ, കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് പോയിന്റ്സ് ഇത് നോട്ട് ചെയ്യട്ടെ. നമ്മുടെ ഗ്രീൻ ഫ്ലാഗ് ആൻഡ് റെഡ് ഫ്ലാഗ്, അതെ, ഗ്രീൻ ഫ്ലാഗിന്റെ കോർഡിനേറ്റ്സ് 2ഉം 25 ആണ്. ആൻഡ് റെഡ് ഫ്ലാഗിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 8ഉം 20 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിക്കണേ GR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് is equal to root of x1 minus x2 the whole square plus y1 minus y2 the whole square, right? അപ്പോൾ ഞാൻ നോക്കുന്നു 2 minus 8 the whole square plus 25 minus 20 the whole square, which can be written as root of 2 minus 8 എന്ന് പറഞ്ഞാൽ -6 ആണ്, അതിന്റെ സ്ക്വയർ is 36. and 25 minus 20 എന്ന് പറഞ്ഞാൽ 5 ആണ്, അതിന്റെ സ്ക്വയർ is 25. Okay, is equal to square root of 36 plus 25 എന്ന് പറയുമ്പോൾ I can write 30 plus 20 is equal to 50 and 6 plus 5 is equal to 11, 61 മീറ്റർ. ഓക്കെ, സോ അപ്പൊ നമുക്ക് റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, റൂട്ട് ഓഫ് 61 മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കഴിഞ്ഞു. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഈ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോത്ത് ദ ഫ്ലാഗ്സ്. ഇനി നമുക്ക് ആരുണ്ട്, ഇഫ് രശ്മി എന്ന് പറഞ്ഞ പുതിയൊരാളാണ്, ഹാസ് ടു പോസ്റ്റ് എ ബ്ലൂ ഫ്ലാഗ്. എന്റെ ഒരു ബ്ലൂ ഫ്ലാഗ് എവിടെ പോസ്റ്റ് ചെയ്യണം, എക്സാക്ട്ലി ഹാഫ് വേ ബിറ്റ്വീൻ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ ടു ഫ്ലാഗ്സ്. അതായത് ജിയും ആറും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ജി ആൻഡ് ആർ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് കറക്റ്റ് മിഡിലായിട്ട് ആർക്ക്, രശ്മിക്ക് ഒരു ഫ്ലാഗ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അവൾ എവിടെ പോസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സോ നോക്കിയേ, ഇതിന്റെ മിഡ് പോയിന്റിൽ എനിക്കൊരു ബ്ലൂ ഫ്ലാഗിനെ പോസ്റ്റ് ചെയ്യണം. അപ്പൊ അത് എവിടെ വേണം എന്നുള്ളതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിന്റെ എൻഡ് പോയിന്റ്സ് ഇല്ലേ, ഉണ്ട് അല്ലെ. 2 and 25, ആറിന്റെ ആരാണ് 8 and 20. അപ്പോ ഇതിന്റെ കറക്റ്റ് മിഡിൽ എന്ന് പറയുമ്പോൾ ഉള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് യൂസിംഗ് മിഡ് പോയിന്റ് ഫോർമുല. ദാറ്റ് ഈസ്, ഇപ്പൊ ഞാൻ അതിനെ m എന്ന് വിളിക്കാം അല്ലെ, ഇവിടെ ബ്ലൂ എന്ന് വിളിക്കാം. ഓക്കെ, b. ഓക്കെ, b is equal to എനിക്ക് പറയാം x1 plus x2 by 2, 2 plus 8, 10 by 2, 5. and 25 plus 20 is equal to 45. 45ന്റെ പകുതി എന്ന് പറയുമ്പോൾ 22.5. ഓക്കെ, അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നത് ബി, അതായത് ബ്ലൂ ഫ്ലാഗ് എവിടെയാണ്, അഞ്ചാമത്തെ ലൈനില് നമ്മുടെ എ ഡി എന്ന് പറയുന്നതിൽ 22.5 മീറ്റർ ഡിസ്റ്റൻസ് വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഏകദേശം അഞ്ചാമത്തെ ലൈനിൽ ഏകദേശം ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 5 and 22.5 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. And here is the answer of your third question of the exercise 7.2. Clear? So let us move to the fourth question of our exercise 7.2. So question നോക്കാം. Find the ratio in which the line segment joining the points -310 and 6 - 8 is divided by -16. That is, ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്, റേഷ്യോ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു റേഷ്യോ അറിഞ്ഞൂടാ എങ്കിൽ നമ്മൾ m:n എന്ന് എടുക്കരുത്, എന്തെടുക്കണം, k:1 എന്ന് വേണം എടുക്കാൻ. സോ എനിക്ക് പറയാൻ പറ്റും ലെറ്റ് ദ റേഷ്യോ ബി
Okay, let the ratio be K:1. And ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കണേ, നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിലിംഗ് പറയുന്നത്. എനിക്ക് അവിടെ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് എനിക്കുണ്ട്. ആരൊക്കെയാണ്? -3 10 and 6 -8. ഓക്കെ, ഇതിനെ ആരാണ്? -1 6 എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് ഞാൻ പേര് കൊടുക്കട്ടെ, A B and C എന്നുള്ള രീതി കൊടുക്കുകയാണ്. ആൻഡ് C എന്ന് പറയുന്നത് എനിക്ക് സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാമല്ലോ. ഇവിടെ സെക്ഷൻ ഫോർമുലയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് C(xy), ദാറ്റ് ഈസ് C എന്ന് പറയുന്ന ആളിന്റെ കോർഡിനേറ്റ്സ്, അതായത് എനിക്ക് പറയാം അത് ആരാണ്? -1 6 ആണ്. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? mx2 + nx1 ഡിവൈഡഡ് ബൈ m + n ആൻഡ് my2 + ny1 ഡിവൈഡഡ് ബൈ m + n. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഇതാണ് എന്റെ x1 y1. ഓക്കെ, ഇതാണ് എൻ്റെ x2 y2 ആൻഡ് ഇതാണ് xy. ഓക്കെ, ഇതാണ് ms2. ഓക്കെ, സോ ആ രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്യട്ടെ. ഈസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും mx2, ദാറ്റ് ഇസ് k into x2, k into x2 is equal to 6k. Okay, 6k plus nx1, that is 1 into -3 is equal to -3. Okay, so -3 divided by k plus 1. Okay, അടുത്തത് my2, m എന്ന് പറയുന്നതാണ് k ആണ്, k y2 is -8, so -8k. Okay, plus 10 divided by k plus 1 എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് നോക്കിയേ, ഞാനിവിടെ നേരത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു, രണ്ട് കോർഡിനേറ്റ്സ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ എക്സ് കോർഡിനേറ്റ് പരസ്പരം ഈക്വൽ ആണ്. ഇവിടേക്ക് നോക്കാം, എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6k - 3 ഡിവൈഡഡ് ബൈ k plus 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? -1 ഈക്വൽ ആണ്. when cross multiplying I will get 6k - 3 is equal to -k - 1. and ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം, which implies 6k plus k which is equal to 7k and -3 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ, so is equal to -1 plus 3 which is equal to 2. Okay, 2 കിട്ടും. and k is equal to 2/7 എന്ന ഫോർമുല ആണ് കിട്ടുക, that is it is equal to m/n, right? അപ്പോൾ നമുക്ക് ആ m:n എന്ന് പറയുന്ന റേഷ്യോ കിട്ടി. ആരാണ്? m:n is equal to 2/7. 2:7. Clear? So let us move to the fifth question of our exercise 7.2 and let us see what the question says. Find the ratio in which the line segment joining A 1 - 5 and B -4 5 is divided by the x-axis. Also find the coordinates of the point of division. Okay, fine. So that's a question. അപ്പോൾ ഞാൻ ഇവിടെ line segment വരയ്ക്കാണ്. Suppose this is the line segment and in the question you are provided with the end points. Okay, A ആരൊക്കെയാണ്? 1 - 5 and B ആരാണ്? -4 5. അപ്പോൾ ഇതിനെ ആര് കട്ട് ചെയ്യുന്നതാണ്? എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റ്സിന്റെയും y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, y കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ അപ്പൊ ഞാൻ ആദ്യം എഴുതണം ലെറ്റ് ദ പോയിന്റ്, ഓക്കെ, ലെറ്റ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ, ഓക്കെ, ഓൺ എക്സ് ആക്സിസ് ഞാനൊരു പർട്ടിക്കുലർ ഫോർമുല എടുക്കണം, ദാറ്റ് ഇസ് x0, ബിക്കോസ് ജനറൽ ഫോർമുല എനിക്ക് എടുക്കാം x0 ബിക്കോസ് y കോർഡിനേറ്റ് ഈസ് 0, റൈറ്റ്? അപ്പൊ ഞാൻ ഈ പോയിന്റിനെ p എന്ന് വിളിക്കാണ് ആൻഡ് അതിന്റെ ജനറൽ ഫോം x0 എന്ന് വിളിക്കുന്നു. ആൻഡ് അതിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ നമുക്കറിയില്ല, m:n is missing there, so that you can take k:1. അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് നോക്കിയാണ്. ഐ ക്യാൻ റൈറ്റ് p of xy is equal to, അതിന് മുന്നേ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, x1 y1 x2 y2 m is to n. Okay, so ഞാൻ എഴുതിയാണ് p of xy is equal to, that is p of x0 is equal to mx2 എന്ന് പറയുമ്പോൾ k -4k. Okay, mx2 plus nx1 1 into 1 is equal to 1 divided by k plus 1 and my2, m എന്ന് പറയുമ്പോൾ k and y2 is 5, so 5k, okay, plus ny1, അപ്പോൾ 1 into -5 is -5 divided by k plus 1. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ്സ് പരസ്പരം ഈക്വൽ ആണ്, y കോർഡിനേറ്റ്സ് പരസ്പരം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ടേക്ക് ലൈക്ക് ദിസ്, ഈ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 5k - 5 divided by k plus 1.
k plus 1 is equal to 0, which implies 5k minus 5 is equal to 0. Okay, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും 5k is equal to 5 and which implies k is equal to 1. Okay, k യുടെ വാല്യൂ 1 കിട്ടിയെന്ന് പറഞ്ഞാൽ m by n is equal to 1 by 1, that is equal parts ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? ആ റേഷ്യോ കിട്ടി. ഏതാണ്? 1:1 is the ratio. Okay, 1:1 is the ratio there. m is to n is equal to 1:1. ഇനി ഇത് മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ, ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 1:1 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആ ലൈൻ സെഗ്മെന്റ് ആരായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ? സോ ദാറ്റ് യു ക്യാൻ യൂസ് മിഡ് പോയിന്റ് ഫോം ദെയർ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മിഡ് പോയിന്റ് ഫോം, ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ദ ആവറേജ് ഓഫ് ദി x and y coordinates of the end points of the line segment. അപ്പോൾ നോക്കട്ടെ, 1 minus 4 x1 plus x2 by 2, 1 minus 4 is equal to minus 3 by 2. Okay, minus 5 plus 5, നമുക്ക് അത് 0 എന്തായാലും. സോ ആ മിഡ് പോയിന്റ്, ആ കോർഡിനേറ്റ് ആരാണ്? p യുടെ കോർഡിനേറ്റ്സ് ആരൊക്കെയാണ് എനിക്ക് പറയാൻ പറ്റും? p of x0 എന്ന് പറഞ്ഞാൽ ആരാണ്? is equal to p of minus 3 by 2, 0. Okay, so this is the solution of our question.